തിരുവനന്തപുരത്ത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു പ്രവർത്തനം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉറപ്പായും നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ കൂടി ഭാഗമായിട്ടാണ് ഇപ്പോൾ മോദി എത്തുന്നത്. ഇതാ മോദി എത്തുന്നു തിരുവനന്തപുരത്തേക്ക്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളുടെ നടുവിലേക്ക് ആണ് പ്രധാനമന്ത്രി എത്തുന്നത്. ബിജെപിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിട്ടുള്ള കെ സുരേന്ദ്രനെ നമുക്ക് വാഹനത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടാകുമോ എന്നതിൽ വ്യക്തതയില്ല. കൃഷ്ണകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ എല്ലാവരും എത്തുന്നുണ്ട്. അങ്ങനെ പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങ്, പ്രത്യേകിച്ച് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര നേട്ടം കൈവരിക്കാൻ സാധിച്ച പശ്ചാത്തലം. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു കോർപ്പറേഷന്റെ ഭരണം പിടിക്കുന്നു. അതും തലസ്ഥാനത്ത് തന്നെ ഭരണം. തലസ്ഥാന കോർപ്പറേഷൻ ആയിട്ടുള്ള തിരുവനന്തപുരം ആണ് ഇത്തവണ പിടിക്കാൻ സാധിച്ചത്. തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് നല്ല ആത്മവിശ്വാസത്തിലാണ്. കാരണം തിരുവനന്തപുരത്തെ ജനങ്ങൾ ഒരു വലിയ വിജയം ഞങ്ങൾക്ക് തന്നു. അപ്പൊ ഞങ്ങൾ പറഞ്ഞിരുന്നു 45 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രിയെ കൊണ്ടുവരാമെന്ന്. പ്രധാനമന്ത്രി 27 ദിവസം കഴിയുമ്പോൾ തന്നെ വന്നു. ഒരു സൽഭരണം എങ്ങനെയായിരിക്കണം എന്നുള്ളതിന് ഞങ്ങൾ ഈ ഒരു തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരു അവസരമായിട്ട് കാണുകയാണ്. കഴിഞ്ഞ 5 വർഷം നമ്മൾ ഏറ്റവും വലിയൊരു ദുർഭരണമാണ് തിരുവനന്തപുരത്ത് കണ്ടത്. രാജേഷിന്റെ നേതൃത്വത്തിൽ ഒരു സൽഭരണം ഉണ്ടാവും. തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾക്ക് അത് കാണാനും അനുഭവിച്ചറിയാനുള്ള ഒരു അവസരമായിട്ട് ഇത് മാറും. അത് വരാനിരിക്കുന്ന രാഷ്ട്രീയത്തിൽ കേരളത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. അതെ, തീർച്ചയായിട്ടും വികസനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരെല്ലാം ബിജെപിയെ NDA പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ മെസ്സേജ്. വളരെ നല്ല ഒരു അന്തരീക്ഷമാണ് ആ ഒരു വരവിലൂടെ ഉണ്ടായിരിക്കുന്നത്. ഇനിയും ആളുകൾ NDAയിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയം. ബംഗാളിൽ ഉൾപ്പെടെയുള്ള പ്രചരണത്തിൽ പ്രധാനമന്ത്രി പ്രധാനമായും പറഞ്ഞത് തിരുവനന്തപുരത്തെ വിജയമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. അങ്ങനെ രാജ്യമെമ്പാടും ഈ വിജയം ഉയർത്തിക്കാട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. കേരളത്തിലുണ്ടാവുന്ന ഓരോ വിജയവും ഈ രാജ്യം മുഴുവനുള്ള ജനങ്ങൾക്ക്, ദേശസ്നേഹികൾക്ക്, ബിജെപിയെയും മോദിയെയും ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം ഒരു വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. കേരളം ഒരു ടഫ് സ്റ്റേറ്റ് ആണ്, എല്ലാവർക്കും അറിയാം. LDFന്റെയും UDFന്റെയും ശക്തമായിട്ടുള്ള സാന്നിധ്യമുള്ള, പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങൾക്ക് നല്ല പിന്തുണയുള്ള, ഭൂരിപക്ഷമുള്ള ഒരു സംസ്ഥാനമാണ്. അപ്പൊ അതിന്റെയൊക്കെ ഒരു സങ്കീർണമായിട്ടുള്ള കാലത്തൂടെയാണ് ഞങ്ങളെല്ലാം പ്രവർത്തിച്ച് മുമ്പോട്ട് പോയത്. അപ്പൊ ആ ഒരു പ്രത്യേകത കേരളത്തിനുണ്ട്. അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ ഒരു കാഹളമായി നമുക്ക് ഇന്നത്തെ പരിപാടിയെ തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഒരു ലോഞ്ചായിട്ട് തന്നെ ഇന്നത്തെ ഈ മോദിജിയുടെ വരവ് കാണാൻ സാധിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതാ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം വിമാനത്താവളത്തിൽ നിന്ന് പ്രധാനമന്ത്രി പുറത്തേക്ക് ഇറങ്ങും. വമ്പൻ പ്രഖ്യാപനങ്ങൾക്ക് കാതോർക്കുകയാണ് തിരുവനന്തപുരം. മിഷൻ കേരളയ്ക്ക് തുടക്കം ഇടുന്നതിന് വേണ്ടിയാണ് പ്രധാനമന്ത്രി ഇത്തവണ കേരളത്തിലേക്ക് എത്തുന്നത്. അതാകട്ടെ ഒരു ചരിത്ര നേട്ടം BJP കൈവരിച്ചതിന് തൊട്ടു പിന്നാലെ പ്രധാനമന്ത്രി എത്തിയിരിക്കുന്നു. വളരെയധികം. കാരണം കേരളം വികസന അധിഷ്ഠാനത്തിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന, പതിറ്റാണ്ടുകളായി ആ സ്വപ്നം മനസ്സിലേറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന കേരളത്തിലെ ജനങ്ങൾ, അവരുടെ മുന്നിൽ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതികൾ അത്രയും എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ടാണ്. സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ്. ഓരോ വർഷവും അദ്ദേഹത്തിന്റെ പദ്ധതികൾ മുന്നോട്ട് പോകുന്ന സമയത്ത് കൂടുതൽ മനുഷ്യരെ ഹൃദയത്തിലേക്ക് അടുപ്പിക്കുന്നതിന് തുല്യമായിട്ടുള്ള പദ്ധതിക്രമങ്ങൾ അതത് സംസ്ഥാനത്തിന്റെ കഴിവും പ്രാപ്തിക്കും അനുസരിച്ച് നേടിയെടുക്കുക എന്നുള്ളതാണ്. ഈ കഴിവും പ്രാപ്തിയും എന്ന് പറയുന്നത് എന്താണ്? എന്റെ സ്റ്റേറ്റിലേക്ക് എത്ര കൂടുതൽ വികസനം കൊണ്ടുവരാം എന്ന് ആ സ്റ്റേറ്റിലെ മുഖ്യമന്ത്രിയും ആ സ്റ്റേറ്റിലെ പ്രതിപക്ഷ ലീഡറും ഒരുമിച്ച് ചേർന്നുകൊണ്ട് കക്ഷി രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് സ്വീകരിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഗതികേടെന്ന് പറയട്ടെ, നമ്മുടെ കേരളത്തിൽ മാത്രം രാജ്യം ഭരിക്കുന്ന ശ്രീമാൻ നരേന്ദ്രമോദിജിയുടെ പദ്ധതികൾ, നാടിനു വേണ്ടി, കേരളത്തിന് വേണ്ടി കൊണ്ടുവന്ന പദ്ധതികൾ എത്രമാത്രം ഇഴഞ്ഞിഴഞ്ഞു കൊണ്ടുപോകാം, എത്രമാത്രം സാവധാനത്തിൽ കൊണ്ടുപോകാം എന്ന് ചിന്തിക്കുന്ന ഒരു ഭരണകക്ഷിയുടെ ലീഡറായിട്ടുള്ള ശ്രീമാൻ പിണറായി വിജയനും പ്രതിപക്ഷത്തിന്റെ നേതാവായിട്ടുള്ള ശ്രീമാൻ VD സതീശനും ചേർന്ന് ഈ കേരളത്തിന്റെ വികസനത്തെ മുരടിപ്പിക്കുമ്പോൾ അതിന് അപ്പുറത്തു നിന്നുകൊണ്ട് ഇടത്തോട്ടും വലത്തോട്ടുമല്ലാതെ നേർരേഖയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് NDAയുടെ ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കാലമിത്രയും പ്രസ്ഥാനത്തില് ഓരോരോ ആളുകൾ കഷ്ടപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ റിസൾട്ട് കഴിഞ്ഞ നാളുകളിൽ കാണാൻ സാധിച്ചു. പുതിയ ആളുകൾ കടന്നുവരികയാണ് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക്. പാർട്ടി വലിയ തലത്തിലേക്ക്, വലിയ പ്രതലത്തിലേക്ക് വളരുന്നു എന്നുള്ളതാണ്. ആ ഡബിൾ എഞ്ചിൻ സർക്കാരിനെ കാണാൻ ഞങ്ങൾ തയ്യാറെടുപ്പ് നടത്തുന്നു എന്നുള്ളതാണ്. തീർച്ചയായും ചോദിക്കാനുള്ള 2020 കഴിഞ്ഞ ദിവസത്തെ തീരുമാനം NDAയുടെ ഭാഗമായി പ്രവർത്തിക്കാനുള്ള, അങ്ങനെ കൂടുതൽ ആളുകൾ വരുമെന്ന് തന്നെയാണോ പ്രതീക്ഷിക്കുന്നത്? അത് തീർച്ചയായിട്ടും ഓരോ സമയവും മുന്നോട്ട് പോകുന്ന സമയത്ത് വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ചു. ഇപ്പോൾ നമുക്കറിയാം ശ്രീമാൻ AV താമരാക്ഷൻ സാർ ഗൗരി അമ്മയെ കേരളം മറന്നിട്ടില്ല. അപ്പൊ ശ്രീമതി ഗൗരി അമ്മയുടെ പേരിൽ
പടുത്തുയർത്തപ്പെട്ടിട്ടുള്ള ഒരു പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിലെ തലമുതിർന്ന നേതാവായിട്ടുള്ള ശ്രീമാൻ എ വി താമരാക്ഷൻ സാർ ഉൾപ്പെടെയുള്ള ആളുകൾ വരുന്നു. അതുപോലെ തന്നെ പ്രബലമായിട്ടുള്ള സമൂഹത്തെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന അടിസ്ഥാന വിഭാഗത്തിൽ നിന്നുള്ളവർ കടന്നു വരുന്നു. NDAയുടെ വലിയ വികാസമാണ് കേരളത്തിൽ കാണുന്നത്. അത് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.